ഒരു കാലത്ത് പ്രമുഖ വ്യവസായി അനിൽ അംബാനി മികച്ച ഒരു മാരത്തോൺ റണ്ണറായിരുന്നു. ഏതാണ്ട് 26 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് 46 വയസ്സ് പ്രായമുള്ളപ്പോൾ 105 കിലോയോളം ഭാരമുണ്ടായിരുന്ന അനിൽ അംബാനി 1 കിലോമീറ്റർ പോലും നടക്കാൻ നന്നേ പാടുപെട്ടു. ഒടുവിൽ തന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള നിരന്തരമായ പരിശീലനത്തെ തുടർന്ന് അദ്ദേഹം മുംബൈ വാലകൾക്ക് മുന്നിൽ ബോഡി ഫിറ്റ്നസിന്റെ മികച്ച മോഡലായി. ഇതേ നിശ്ചയദാർഢ്യവും കരുത്തുമായിരുന്നു അനിൽ അംബാനി തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയതിലും ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ആ മഹാസാമ്രാജ്യം തകർന്നു വീണിരിക്കുന്നു. അങ്ങ് മുംബൈ മുതൽ ഇങ്ങ് കാഞ്ചീപുരം വരെ നീണ്ടുകിടന്ന അനിൽ അംബാനി ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. ഏകദേശം 7500 കോടി രൂപയുടെ സ്വത്തുക്കൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ധീരുഭായ് അംബാനിയുടെ മക്കളിൽ ഒരാളായ അനിൽ അംബാനിയെക്കുറിച്ചും അദ്ദേഹത്തിന് സംഭവിച്ച തകർച്ചകളെക്കുറിച്ചുമാണ് ലെഡ്ജർ ഓഫ് ലൈഫിൽ ഇന്ന് പരിശോധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വീഴ്ചകളിൽ ഒന്നായിട്ടാണ് അനിൽ അംബാനിയുടെ പതനം വിലയിരുത്തപ്പെടുന്നത്. 1,83,000 കോടി രൂപയുടെ ആസ്തിയുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പൊട്ടിപ്പാളീസായി പാപ്പർ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിലിന്റെ കഥ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് സമാനതകളില്ലാത്തതാണ്. അത്രമേൽ ആഴമുണ്ട് റിലയൻസ് ഗ്രൂപ്പ് നേരിടുന്ന ഇപ്പോഴത്തെ അന്വേഷണങ്ങൾക്ക്. 17,000 കോടിയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, SEBI എന്നിവയ്ക്ക് പുറമെ ഇപ്പോഴിതാ കേന്ദ്രവും കുരുക്കുമുറുക്കിയിരിക്കുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIOയും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മൊത്തം 7,500 കോടിയുടെ ആസ്തികളാണ് കണ്ടുകെട്ടിയത്. 4,500 കോടിയുടെ ധീരുഭായ് അംബാനി നോളജ് സിറ്റി അടക്കം കയ്യിന്ന് പോയി. ഡൽഹി, നോയിഡ, ഗാസിയാബാദ്, മുംബൈ, പൂനെ, താനെ, ഹൈദരാബാദ്, ചെന്നൈ, കാഞ്ചീപുരം, ഈസ്റ്റ് ഗോദാവരി തുടങ്ങി 40 വസ്തുവകകൾ ED കണ്ടുകെട്ടി. മുംബൈ ബാന്ദ്രയിലെ അനിൽ അംബാനിയുടെ പാലി ഹിൽ ഹൗസും ഇതിൽപ്പെടും. ഇദ്ദേഹം ഒരു മാരത്തോൺ റണ്ണറാണ്. പക്ഷേ അത് റൺ ചെയ്യാൻ അറിയാമെന്നല്ലാണ്ട് ഈ ഡസൻ നോ ഹൗ ടു റൺ എ കമ്പനി ഓർ കമ്പനീസ്. ഈ വുഡ് ഹാവ് ലൈക്ക് ടു ബി എ ബിഗ് ബിസിനസ് മാൻ. അതൊരു ആഗ്രഹമുണ്ട്. ഈ $42 ബില്യൺ വെൽത്തിൽ നിന്ന് വെർച്വലി സീറോയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇയാളുടെ വലിയ കഴിവെന്ന് പറയാം. സോ സീരിയസ് ഫ്രോഡ് ഒഫൻസ് ഇസ് ഓൺലി ആൻ ആഫ്റ്റർ ദിസ് എഫക്റ്റ്. അതായത് ഇതൊക്കെ കൊളാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ തപ്പാണ് എന്താണ് ഇനി ഇയാളെ എന്നും പറഞ്ഞുകൊണ്ട് പിടിക്കാവുന്നത്. ഇറ്റ്സ് ടു ലേറ്റ് ആക്ച്വലി. ഇത് ഞാൻ പറഞ്ഞ സംഭവം തുടങ്ങിയത് 2005-ലാണ്. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഓഫീസ് കയറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. കഷ്ടമാണ്. ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഹി ഹാസ് ഡെഫിനറ്റ്ലി യൂസ് ദ റിലയൻസ് നെയിം, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഹാൻഡിൽ ചെയ്ത എല്ലാ കമ്പനികളും ഇൻക്ലൂഡിങ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ വിച്ച് വാസ് എ പെറ്റ് പ്രോജക്റ്റ് ഓഫ് മുകേഷ് അംബാനി. മുകേഷ് അംബാനി എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് കൊടുത്ത പാരയാണെന്ന് തോന്നുന്നു. ഓക്കെ, നൗ ടുഡേ ജിയോ is doing very well. That is again Mukesh Ambani's project. So it was a business that he understood. സോ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വെൻ യു സീ എ പ്രോബ്ലം വിത്ത് എ മാനേജ്മെൻറ്റ് ആൻഡ് ദേ ആർ അൺഎബിൾ ടു ഹാൻഡിൽ ഇറ്റ്, ഐ എം സേയിങ് ഗെറ്റ് ഔട്ട്. ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ 11ാമത്തെ ധനികനായി വളരവെയാണ് അനിയന്റെ ഈ ദുരവസ്ഥ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിലാണ് നടപടി. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ സ്വരൂപിച്ച പൊതു ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്നും ഇത് വെളുപ്പിച്ചെന്നുമാണ് കേസ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് അടക്കമുള്ള കമ്പനികൾ ഏകദേശം 13,600 കോടി രൂപയുടെ വായ്പ ക്രമവിരുദ്ധമായി മറ്റു കമ്പനികളിലേക്ക് വകമാറ്റിയെന്നും കണ്ടെത്തലുണ്ട്. ഒരിക്കൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ തിളങ്ങി നിന്നിരുന്ന താരമായിരുന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്റ്റോക്ക്. ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയുടെ തലവര മാറ്റാൻ ശേഷിയുണ്ടായിരുന്ന കമ്പനി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഓഹരികൾ നിക്ഷേപകരുടെ ഫേവറേറ്റായി മാറി. ആക്രമണോത്സുകമായ വളർച്ചയ്ക്കാണ് കമ്പനി ശ്രമിച്ചത്. 2008 ശേഷം കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങി. വിപണിയിലെ എയർടെൽ, വോഡഫോൺ അടക്കമുള്ള കമ്പനികളിൽ നിന്നുള്ള മത്സരവും തീവ്രമായി. 2017ഓടെയാണ് കമ്പനി വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടത്. കടബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ ബാങ്കുകൾ കമ്പനിയെ ഡീഫോൾട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2019 കമ്പനി പാപ്പരത്വത്തിന് അപേക്ഷിച്ചു. ഇക്കാലയളവിൽ കമ്പനിയുടെ മൂല്യവും തകർന്നു വീണു.
ഇപ്പോൾ നടക്കുന്ന ബാങ്കുകളുടെ നടപടികൾ സാമ്പത്തിക പരിശോധനയുടെ സൂചനയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ ക്രിമിനൽ കള്ളപ്പണം വെളുപ്പിക്കൽ മേഖലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2010-2012 കാലയളവിൽ ആർകോമും അനുബന്ധ കമ്പനികളും ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് വലിയ വായ്പകൾ എടുത്തിരുന്നു. ഇന്ന് ഈ വായ്പകളുടെ മൂല്യം ഏകദേശം 40,185 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 5 ബാങ്കുകൾ ഇതിനോടകം ഈ വായ്പാ അക്കൗണ്ടുകൾ തട്ടിപ്പ് അക്കൗണ്ടുകളായി തരംതിരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസം റിലയൻസ് പവറിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും അനിലിന്റെ വിശ്വസ്തനുമായ അശോക് കുമാർ പാലിനെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിന് ED അറസ്റ്റ് ചെയ്തിരുന്നു. സെബിയുടെ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി അനിൽ അംബാനിയും യെസ് ബാങ്കിന്റെ പ്രൊമോട്ടർമാരും ചേർന്ന് നടത്തിയ പണം തിരിമറികൾ മറ്റൊന്ന്. വിവിധ ഇടപാടുകളിൽ യെസ് ബാങ്കിന് 2,700 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് CBIയുടെ കണ്ടെത്തൽ. ഈ വർഷം ജൂലൈയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ വായ്പാ അക്കൗണ്ട് വഞ്ചനാപരമാണെന്ന് ഔദ്യോഗികമായി തരംതിരിച്ചു. അനുവദിച്ച 31,580 കോടി രൂപയിൽ 12,692 കോടി രൂപ ക്രമരഹിതമായ ഇടപാടുകളിലൂടെ വഴിതിരിച്ചുവിട്ടുവെന്നാണ് പരാതി. നേരത്തെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെയും ആർകോം ഡയറക്ടറുമായ അനിൽ അംബാനിയുടെയും ലോൺ അക്കൗണ്ടുകൾ ബാങ്ക് ഓഫ് ബറോഡ വഞ്ചന അഥവാ ഫ്രോഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏതായാലും അനിൽ അംബാനി കമ്പനി ഓഹരികളുടെ കുതിപ്പ് കണ്ട് അടുത്തിടെ നിക്ഷേപം ഇറക്കിയവർ പെട്ടു എന്നാണ് വിലയിരുത്തൽ. ചില കേസിൽ കമ്പനിയുടെ റെസ്പോൺസീവ്നെസ്സും മാനേജ്മെൻറ്റ് കൊള്ളരായ്മയും കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ആസ് എൻ ഇൻവെസ്റ്റർ പ്ലീസ് ഡോണ്ട് സ്റ്റിക്ക് ഇൻ ദാറ്റ് കമ്പനി. യു ഗോ ടു സം അതർ 8,000 കമ്പനികളുണ്ട് മാർക്കറ്റിൽ. ഇതിൽ തന്നെ കിടന്ന് മരിക്കണം എന്ന് എന്താ നിർബന്ധം? സോ മൈ തിങ് ഈസ് അനിൽ അംബാനിയുടെ എല്ലാ കമ്പനികളും ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിച്ച സ്ഥിതിക്ക് വാട്ട് യു ഹാവ് ടു ലേൺ ഇസ് ഡോണ്ട് സ്റ്റിക്ക് വിത്ത് സച്ച് കമ്പനീസ്. Just get out. So when you make profit in some other counter or company, you can set it off against this loss that you're claiming. So I'm saying ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ അത് എപ്പോഴെങ്കിലും കയറിയാലോ എന്ന് വിചാരിക്കുന്നതിനേക്കാളും നല്ലത് ഇല്ല നേരത്തെ അത് എക്സിറ്റ് ചെയ്യുക. Go for something else which has got a much better prospect. And whatever loss you have booked, make sure you claim it in the returns. അപ്പോൾ അടുത്ത 8 കൊല്ലത്തേക്ക് ആ കാശ് പോയത് നിങ്ങൾ റീകൂപ്പ് ചെയ്യുമ്പോൾ വേറെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ദി ആൻസർ റാദർ ദാൻ സെയിങ് ഇതെങ്ങനെ നന്നായാലോ. അത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തുല്യമാണ്. 100 രൂപ പോയാലും സാരില്ല, 200 രൂപ പോയാലും സാരില്ല, അത്രയല്ലേ പോവുള്ളൂ. ചിലർ പറയും ഇതിൻ്റെ വില വളരെ കുറഞ്ഞിരിക്കുകയാണ്, അതെങ്ങനെ നന്നായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമോ നന്നാവും എന്നുള്ളത്? കൃത്യമായിട്ട് അറിയാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞ വൈ ടേക്ക് എ ചാൻസ്? യു ജസ്റ്റ് സെൽ ഔട്ട്, ഗെറ്റ് ഔട്ട്. റിലയൻസ് ഗ്രൂപ്പിനെതിരായ അന്വേഷണങ്ങൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന റിലയൻസ് ഗ്രൂപ്പിന്റെ വാദത്തിന് അത്ര ശക്തി പോരെന്നാണ് നിലവിലെ അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ജീവിതത്തിന്റെ നല്ല കാലത്ത് പോലും ആർഭാടങ്ങൾ ഒഴിവാക്കി മാതൃകാപൂർണമായ ജീവിതം നയിച്ചിരുന്ന അനിൽ അംബാനിയുടെ കിടപ്പാടം വരെ ഇന്ന് ED കൊണ്ടുപോയി. എന്തിനേറെ പറയാൻ, ഇതിലും വലിയ തകർച്ച ഇനി സ്വപ്നങ്ങളിൽ മാത്രം.